സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അവர்களാണ്. നമ്മുടെ കൊച്ചു കേരളം ധരിക്കുകയാണ്. നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സ്വാഗതം ചെയ്യും. അടുത്തതായി ഭദ്രദീപ പ്രകാശനം നമ്മുടെ ജില്ലയുടെ പ്രഭാരിയുമായ മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ. ഇന്ന് കടം എടുക്കാണ്ട് ഒരു ഇഞ്ച് പോവാത്ത സ്ഥിതിയാണ് സംസ്ഥാന സർക്കാർ. പാവം ആശാ വർക്കേഴ്സിന് 100 രൂപ ശമ്പളം വർദ്ധിക്കുന്ന ഒരു അഭ്യർത്ഥന അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല, ഗവൺമെന്റ് പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല. ഇവിടെ LDF മാനിഫെസ്റ്റോ പറഞ്ഞല്ലോ, ഞങ്ങൾ 250 രൂപ സപ്പോർട്ട് പ്രൈസ് കൊടുക്കും റബ്ബർ കർഷകർക്ക്. ഒറ്റ രൂപ കൊടുത്തിട്ടില്ല. 9 ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഞാനല്ല പറയുന്നത്, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറയുന്നു, ഈ നാട്ടിൽ ആകെ ഉണ്ടാക്കിയത് ഒരു ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിയും. ആരാ പറഞ്ഞു? ഇന്ത്യ അലയൻസിന്റെ പാർട്ണർ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആരോട് പറഞ്ഞു? CPM രാജവംശത്തിന്റെ മരുമകൻ അവര്. നരേന്ദ്രമോദി അധികാരത്തിലേറി അപ്പോൾ കൊടുത്തു വിഴിഞ്ഞത്തിന് പെർമിഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, വിഴിഞ്ഞം നരേന്ദ്രമോദിയുടെ സംഭാവനയാണ്, കേരളത്തിലെ ജനങ്ങൾക്കുള്ള സംഭാവനയാണ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 3 ലക്ഷം കോടി രൂപ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദേശീയപാത തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് നല്ല വഴി കാണാമായിരുന്നു.